പഞ്ചായത്തിലെ മലയോര മേഖലയായ നമ്മൾ എടപ്പുഴ വാളത്തോടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെയുള്ള കുറേ ആൾക്കാർ വിളിച്ചിട്ട് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മൊബൈലിൻ്റെ റേഞ്ചുമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചതിന് പ്രകാരമാണ് മലബാർ മീഡിയ ന്യൂസ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. BSNL ടവർ ഇവിടെ കോവിഡിൻ്റെ കാലത്ത് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ BSNL ടവർ ഇവിടെ ആക്കി. അത് ചാർജ് ചെയ്തെന്നുള്ളതാണ് അറിയുന്നത്. കുറേ സമയങ്ങളിലൊക്കെ കിട്ടും, ചില സമയങ്ങളിൽ കിട്ടുകയില്ല. നമുക്ക് പരാതി പറയാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനങ്ങളും ഇല്ല. അത് പരാതി പറഞ്ഞാൽ ഇവർ കേൾക്കാനില്ല. പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സമയത്തിനുള്ളിൽ പരിഹരിക്കും. ഇതൊരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. BSNL മാത്രമല്ല, ഈ ഭാഗത്തുകളിലെ മറ്റ് സർവീസുകൾ പോലും മോശമാണ്. വളരെ ജിയോ എല്ലാം അടക്കം, എയർടെൽ ജിയോ എല്ലാം അങ്ങനെ ടവർ റേഞ്ച് കുറവാണ് ഇവിടെ ഈ ഏരിയയിൽ. ജിയോക്ക് തീരെയില്ല. അത് വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. നല്ല ആ ടവർ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഫുൾ റേഞ്ച് വന്നേനെ എല്ലാവർക്കും BSNL. ഇവിടെയൊക്കെ മറ്റൊന്നുള്ള ഈ കാട്ടാന ശല്യം അങ്ങനെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതല്ലേ, നമുക്ക് പെട്ടെന്ന് ആരെല്ലാം ബന്ധപ്പെടാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നൊരു ഏരിയ. ഇപ്പോൾ BSNL ഈ ടവർ വന്നു എന്ന് പറയുന്നു. അത് എത്ര നാളുകൾക്ക് മുമ്പാണ് ഇവിടെ സ്ഥാപിച്ചതിനെ കുറിച്ച് ഏകദേശം പറയുന്നത്? കോവിഡിന് ശേഷം വാർത്താവിനിമയ സംവിധാനം അതുപോലെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ BSNLൻ്റെ ഇടപെടലാണെന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാതൊരുവിധ മറ്റുള്ള മൊബൈൽ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, 4G കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബാബുട്ട മറ്റെന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് കൂടെ? മൊബൈലിൻ്റെ വിഷയം വളരെ രൂക്ഷമാണ്. വളരെ ബുദ്ധിമുട്ട്, ആർക്കും കിട്ടുന്നില്ല. അതിനെന്ന് വെച്ചാൽ ആർക്കെല്ലാം ഒരു സുഖമില്ലെന്നായി പെട്ടെന്ന് വണ്ടി വിളിക്കാൻ പോലും നമുക്ക് രാത്രിയിൽ ഈ 2025 ആ കാലഘട്ടത്തിൽ പോലും നമുക്കൊരു ഇൻകമായിട്ടില്ല നമ്മുടെ പാലത്തോട്. അതാണ് ഏറ്റവും വലിയ മെയിനായിട്ട്. കേരള വിഷൻ ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. അവർ തീരെ മൈൻഡ് ചെയ്യുന്നുമില്ല, അവരും മൈൻഡ് ചെയ്യുന്നില്ല ഈ ഭാഗത്തേക്ക്. അതുപോലെ തന്നെയാണ് അവരുടെ നിലപാട്. BSNL അധികൃതരുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ മറുപടിയെ കുറിച്ചൊന്ന് പറയാമോ? BSNL ഞാൻ സംസാരിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത് സംസാരിക്കുന്നത്. എനിക്ക് വീട്ടിൽ ഇപ്പോൾ ഇവർ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. 10 ദിവസമായിട്ട് എനിക്ക് റേഞ്ച് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെ കുട്ടികളൊക്കെ ഇപ്പോൾ ഉള്ള ഇവിടെയെല്ലാ ഭാഗങ്ങളിലും മിക്കവാറും ഓരോ വീടുകളിലും 2 പേരും ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണവരുമായിട്ട് 2 പേരെ ഉണ്ടാവുള്ളൂ. മക്കളായിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവരെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ JT ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇവിടെ എന്തോ ഒരു സാധനത്തിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നു, അത് 3ാം ടീമിനെങ്ങാണ്ടാണ് കൊടുത്തേക്കുന്നത്. പ്രൈവറ്റ് കമ്പനിക്കാണ് കൊടുത്തേക്കുന്നത്, അവർ ചെയ്യണം. ഇവിടെയുള്ള ഒരു പ്രശ്നം അവഗണനയാണ് തീർത്തും. നമ്മളിവിടുത്തെ ലോക്കൽ ഈ ഗ്രാമീണ മേഖലയുടെ ഏറ്റവും ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ആൾക്കാരോടുള്ള അവഗണന തന്നെയാണ് അധികൃതരുടെ. വേണ്ടപ്പെട്ടവർ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈലിൻ്റെ ടവർ വന്നത് തന്നെ കൊറോണ കാലത്ത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് പറഞ്ഞ രീതിയിലാണ് BSNL ടവർ വെച്ചത്. അതുപോലും നടക്കുന്നില്ല. അപ്പം വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുക. മൃഗശല്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാട്ടാനയും പന്നി മാനും എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട്. കാരണം വനവുമായിട്ട് ചേർന്ന പ്രദേശമാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കുരങ്ങ് ഇവിടെ നാട്ടിൽ വരെയായി, ഉള്ള വെള്ളക്കെല്ലാം പറിച്ച് കളയുക. അപ്പം മൃഗശല്യം ധാരാളമുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സംവിധാനം ഒന്ന് ഞങ്ങളുടെ ഈ ഇടുങ്ങിയ ഒരു പ്രദേശം, 2 മലകളിങ്ങനെ നിൽക്കുന്നുണ്ട്. ജിയോയുടെ ഒരു ലൈൻ പണ്ട് ഇതിൽ വലിച്ചിട്ടുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. ഇവിടെ ടവർ വരുമെന്നും പറഞ്ഞ് കേബിൾ വലിച്ച് മണ്ണിനടിയിൽ കൂടെ ഉണ്ട്. അല്ലാതെ അവരുടെ ഒരു പ്രവർത്തനം പിന്നെ ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ മറ്റ് ടവറുകളൊന്നും നമുക്കൊരു 6 കിലോമീറ്റർ ഇപ്പുറം ഇല്ല. ഈ BSNLൻ്റെ ഒരെണ്ണം ഇവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അത് പ്രവർത്തിച്ചെന്ന് പറയുന്നത് എനിക്കറിയില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഏരിയകൾ നമുക്ക് ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ ആറള ഫാമിൽ നിന്ന് ആനേനെ കയറ്റി മുകളിൽ കൂടെ ആ മലയെ കൂടെ ഇങ്ങോട്ട് കയറ്റി വിടും. നമുക്ക് ഇവിടെ വാളത്തോട്ടിലേക്ക് വരുന്നത് കംപ്ലീറ്റ്. കാരണം നമ്മളിവിടെ കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞ ഒരു 80 വെട്ടാണ് ഒരു സീസണിൽ ടവർ വെട്ടിയത്. അത് ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളും ചേർന്ന് നമുക്കൊരു ടവർ ചെയ്തു തരണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ഈ ആനയുടെ ശല്യത്തിനും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾക്കും നമുക്കൊരു ഉത്തമമായ ഒരു പരിഹാരം കാണിച്ചു തരണം. നമുക്ക് ജീവിക്കണം ഇവിടെ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണല്ലോ. മക്കളുണ്ട്, എല്ലാവരും കൂടെ ഈ ഒരു ചെറിയ ടൗണാണ് ഈ വാളത്തോടെന്ന് പറയുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു നാടാണ് അത്. ഇവിടുന്ന് എല്ലാവരും ഈ ആനശല്യവും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യം കൊണ്ടും ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ് ടൗണിലേക്ക്. അതുകൊണ്ട് നമുക്ക് ടവർ മെയിനായിട്ട് റേഞ്ച് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തു തരണം എന്നുള്ളതാണ് നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.